ഞാൻ എസ് സുരേഷ് കുമാറിലേക്ക് പോകുന്നു. സമരസമിതി ചെയർമാനാണ്. ശ്രീ സുരേഷ് കുമാർ, ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാന സർക്കാരുകൾ 2004 മുതൽക്ക് എടുത്ത സമീപനം, അതിനുശേഷം വിവിധ കോടതികളിൽ നിന്നുണ്ടായ ഉത്തരവ്, അതൊക്കെ തന്നെയും CMRലിനും KRMLനും അനുകൂലമായിരുന്നു എന്നുള്ള കാര്യം താങ്കൾക്കും അറിവുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന ഈ 5 വർഷം, അതാണ് നമ്മുടെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമെന്ന് തോന്നുന്നു. ഈ 5 വർഷം കേന്ദ്രം ഈ ഭേദഗതി വരുത്തിയ ശേഷമുള്ള 5 വർഷം എന്തു നടന്നു എന്ന് താങ്കൾക്ക് വിശദീകരിക്കാനാവും? നമ്മുടെ ഈ ചർച്ചയിൽ പ്രധാനമായും ഈ മൈനിങ് ചർച്ചയിൽ സമരസമിതിയെ ഉൾപ്പെടുത്തിയത് തന്നെ ഒരു വലിയ കാര്യമായി കാണുകയാണ്. കാരണം ഇവിടെ മൈനിങ് നടക്കുന്നില്ല എന്നാണ് ഇതുവരെ എല്ലാ ഏജൻസികളും പറഞ്ഞുകൊണ്ടിരുന്നത്. മൈനിങ് എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാലോ, വ്യാവസായിക ആവശ്യത്തിനായിട്ട് ഒരു സാധനം ഒരു സ്ഥലത്തുനിന്ന് എടുത്ത് കൊണ്ടുപോയി മറ്റു ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 2019 ഒരു ഉത്തരവ് ഗവൺമെന്റ് ഇറക്കുകയാണ്. ആ ഉത്തരവിലേക്ക് 2 പ്രധാനപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരികയാണ്. അതൊന്ന് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനെയും മറ്റൊന്ന് IIT. സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനും മദ്രാസ് IITയും പറഞ്ഞിട്ടാണ് തോട്ടപ്പള്ളി പൊഴിമുഖത്ത് മണ്ണ് മാറ്റുന്നതെന്നാണ് നിർദ്ദേശം വന്നത്. 2018 വെള്ളപ്പൊക്കത്തെക്കുറിച്ചോ സ്വാമിനാഥനോ IITയോ ഒന്നും പറഞ്ഞിട്ടില്ല. സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ റിപ്പോർട്ട് 2007 അതിനുശേഷം 2011 മദ്രാസ് IITയുടെ റിപ്പോർട്ട് വരുന്നത്. CWRDM കൂടെ ചേർന്നുകൊണ്ടാണ് ആ റിപ്പോർട്ട് വരുന്നത് 2011. അപ്പോൾ ഈ 2 റിപ്പോർട്ടും 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒന്നാമത്തെ റിപ്പോർട്ട് കുട്ടനാട് വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് സ്വാമിനാഥൻ 2007 പറഞ്ഞ കാര്യമാണ്. 2011 IIT ഈ സ്റ്റഡി ഫോർ മോഡേണൈസേഷൻ ഓഫ് തണ്ണീർമുക്കം ബണ്ട് ആൻഡ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറഞ്ഞിറക്കിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടുകളിലൊന്നും പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടുകളിലെല്ലാം സൂചിപ്പിച്ചത് ഈ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇവിടെ സ്പിൽവേ നമുക്കറിയാം, ഒരു കനാലുണ്ട്. വീയപുരം മുതൽ തോട്ടപ്പള്ളി വരെ നീണ്ടു കിടക്കുന്ന 11 കിലോമീറ്ററുള്ള സ്പിൽവേ കനാൽ. ആ സ്പിൽവേ കനാല് 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ചെളി ധാരാളം വന്ന് നിറഞ്ഞു. അപ്പോൾ ആ ചെളി വന്ന് നിറഞ്ഞ അവിടെ ഡീസിൽറ്റ് ചെയ്യണം എന്നാണ് പ്രധാനമായും പറഞ്ഞത്. ഒപ്പം ബണ്ടിന്റെ ഉയരം കൂട്ടണം എന്ന് മാത്രമല്ല, അവിടെ നിലവിലുള്ള വീതി ഏതാണ്ട് 80 മീറ്ററാണ്. അത് 300 മീറ്ററിലേക്ക് കൊണ്ടുവരണം വീതി. ഇതാണ് അവർ പറഞ്ഞത്. ഈ IIT റിപ്പോർട്ടിലും അവർ പ്രധാനമായിട്ടും ഊന്നല് കൊടുത്തത് ഈ നമ്മുടെ സ്പിൽവേ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയാണ്. 1954 തോട്ടപ്പള്ളി സ്പിൽവേ കമ്മീഷൻ ചെയ്യുമ്പോൾ 19,500 ക്യൂബിക് മീറ്റർ വെള്ളം 1 സെക്കൻഡിൽ പോകണമെന്നായിരുന്നു പദ്ധതി രൂപരേഖയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 600 ക്യൂബിക് മീറ്റർ വെള്ളം മാത്രമേ അതുവഴി പോയുള്ളൂ. അതിന്റെ കാര്യകാരണങ്ങൾ പിന്നീട് പഠിക്കുകയുണ്ടായി. ഇപ്പം ഈ വികസനം ഇങ്ങനെ കയറി വന്നിട്ട് ഇപ്പൊ ഈ സ്പിൽവേയുടെ മോഡേണൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ വളരെ രസകരമായ ഒരു വസ്തുത, അതിന്റെ 7ാമത്തെ ഷട്ടർ ഈ ചാക്കിനകത്ത് മണൽ നിറച്ചിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. പൊക്കവും താക്കും ചെയ്യാൻ വയ്യ. 12ാമത്തെ ഷട്ടർ തകർന്നു കിടക്കുകയാണ്. 15ാമത്തെ ഷട്ടറും തകർന്നു കിടക്കുകയാണ്. ഈ മോഡേണൈസേഷന്റെ ഒരു കാര്യം കൂടെ പറയാം. ഓരോ ഷട്ടറും നമ്മൾ അവിടെ ചെന്ന് നിന്നാൽ കാണാൻ പറ്റും, വയറ് വലിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് കറണ്ട് കൊടുത്തിട്ട് പൊക്കുന്നത്. ചില സമയത്ത് കഴിഞ്ഞ കളക്ടർ ഇവിടെ വന്ന് JCB കൊണ്ട് ആ ഷട്ടർ പൊക്കുകയാണ് ചെയ്തത്. ഇതാണ് മോഡേണൈസേഷൻ. എത്രയോ 2007 സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞു. അതിനുശേഷം 2011
മദ്രാസ് IIT പറഞ്ഞു. അവർ പറഞ്ഞ ഒരുപാട് നിർദ്ദേശങ്ങൾ AC കനാലുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഈ ചെറിയ ജലനിർഗമന മാർഗങ്ങൾ. ഇപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ വെള്ളം തോട്ടപ്പള്ളിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. തോട്ടപ്പള്ളിയിലേക്ക് വെള്ളം ഒഴുകി വരുന്നില്ല. പക്ഷെ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ മൗത്തിൽ കിടക്കുന്ന മണ്ണ് നീക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും മോഡേൺ ആയിട്ട് പോസ്റ്റ് ഫ്ലഡ് പാക്കേജ് എന്നും പറഞ്ഞിട്ട് സർക്കാർ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്ന റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു. 2019 വന്ന റിപ്പോർട്ടാണ്. ഗ്രോയിൻസ് ഉണ്ടാക്കണം, ഇവിടെ മണ്ണ് വരാതിരിക്കാൻ വേണ്ടി ഗ്രോയിൻസ് ഉണ്ടാക്കണമെന്ന് റിപ്പോർട്ട് എഴുതിയിരിക്കുക. 2019. ഇപ്പൊ എത്ര കൊല്ലമായി? 4 കൊല്ലം കഴിഞ്ഞില്ലേ? ഈ 4 കൊല്ലമായിട്ട് ഇവിടെ ഗ്രോയിൻസ് ഉണ്ടാക്കിയില്ല. ഗ്രോയിൻസ് ഉണ്ടാക്കിയാലും മണ്ണ് ഇങ്ങോട്ട് വരൂല. മണ്ണിങ്ങോട്ട് വരാതിരുന്നാൽ ഉള്ള കുഴപ്പം എന്താ? IREയും KMMലും മണ്ണെടുത്ത് CMRLന് കൊടുക്കുന്നു എന്നുള്ളത് വ്യക്തമായ രേഖകൾ ഇവിടെ വന്നല്ലോ. വളരെ വ്യക്തമായ രേഖകൾ വന്നു. അപ്പോൾ ഇത്തരത്തില് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനെയും മദ്രാസ് IITയെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് CMRLും IREലും KMMLലെ ഉദ്യോഗസ്ഥർ ചേർന്നിട്ടാണ് 2019 ഈ മണ്ണെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവ് ഇറക്കുന്നത്. ഇതിന്റെ പിന്നിൽ വളരെ ഗൂഢമായ ശ്രമങ്ങളാണ് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവിന്റെ ഫലമായിട്ട് 2,37,000 ക്യൂബിക് മീറ്റർ മണലെടുക്കാൻ വേണ്ടിയാണ് കളക്ടർ ഉത്തരവ് കൊടുക്കുന്നത്. അതിന് കൃത്യമായ മാസവും കൊടുത്തു. 3 മാസത്തിനുള്ളിൽ എടുത്തു മാറ്റണം, അത് കഴിഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയ മണലിന്റെ കണക്ക് ഞങ്ങള് സാധാരണ ഒരു കോമൺ സെൻസ് വെച്ച് ഞങ്ങള് ലോറിയുടെ കണക്ക് വെച്ചിട്ട് ആ ലോറിയിൽ കയറുന്ന ടൺ കണക്ക് അത് ഗണിച്ചപ്പോ നമുക്ക് കിട്ടിയത് 3 കൊല്ലം എടുത്ത്, ഇപ്പൊ 1 കൊല്ലം കൂടെ കൂട്ടിയില്ല, 3 കൊല്ലം എടുത്തത് 54 ലക്ഷം മെട്രിക് ടണ്ണാണ്. വേ ബ്രിഡ്ജ് വെച്ചിട്ട് മണ്ണ് തൂക്കിക്കൊണ്ടു പോകണമെന്ന് വളരെ വ്യക്തമായ നിർദ്ദേശമാണ് കളക്ടർ കൊടുത്തത്. നാളെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.